വളരെ വലിയതും ഒരുപാട് തവണ 20 മാർക്കിന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ്. HRMൻ്റെ ഫങ്ഷൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. HRM ഫങ്ഷനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും: മാനേജീരിയൽ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേഷണൽ ഫങ്ഷൻസ്. ഇനി ഈ ഫങ്ഷൻസ് ഓരോന്നും എന്താണെന്ന് നോക്കാം. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സാധാരണ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഉണ്ടല്ലോ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, അത് തന്നെയാണ് HRMൻ്റെ മാനേജീരിയൽ ഫങ്ഷൻസ്. അതിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള പ്ലാനിങ് എടുത്തു നോക്കാം. പ്ലാനിങ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. നമുക്ക് നേടാനുള്ള അച്ചീവ്മെൻറ്റ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കലാണ്. നമ്മുടെ സാധാ മാനേജ്മെൻറ്റിൽ അത് ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിൻ്റെ എണ്ണം എത്രയായിരിക്കും പ്രസൻറ്റിലും ഫ്യൂച്ചറിലും, അതുപോലെ അവരുടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന രീതി, അവരെ സെലക്ട് ചെയ്യുന്ന രീതി, അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മാനേജീരിയൽ ഫങ്ഷൻസിലെ ഒന്നാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള പ്ലാനിങ്. സെക്കൻഡ് പോയിൻ്റാണ് ഓർഗനൈസിങ്. ഒരു കോമൺ ഒബ്ജക്റ്റീവ് നേടുന്നതിനു വേണ്ടി ആക്ടിവിറ്റീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും റിലേഷൻഷിപ്പ് കണ്ടെത്തുകയും മെമ്പേഴ്സിനിടയിൽ ടാസ്ക് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ഗ്രൂപ്പിനെയാണ്, അതിൻ്റെ പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മാനേജീരിയൽ ഫങ്ഷനാണ് ഡയറക്റ്റിംഗ്. എംപ്ലോയീസിനിടയിലുള്ള എഫക്റ്റീവ് കോപ്പറേഷന് ഡയറക്ഷനിലൂടെ മാത്രമാണ് നടക്കുന്നത്. നാലാമത്തെ മാനേജീരിയൽ ഫങ്ഷനാണ് കൺട്രോളിങ്. എംപ്ലോയീസിൻ്റെ വർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കും തമ്മിൽ ചെക്ക് ചെയ്യുന്നതും വെരിഫൈ ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതുമാണ് കൺട്രോളിങ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതും അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമൊക്കെ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് എല്ലാം മാനേജീരിയൽ ഫങ്ഷൻസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷണൽ ഫങ്ഷൻസിനെ മെയിനായിട്ടും 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം: HR സോഴ്സിംഗ്, പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ഇൻ്റഗ്രേഷൻ, എംപ്ലോയി റിലേഷൻസ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ ഒന്നാമത്തെ ഫങ്ഷനാണ് HR റിസോഴ്സിംഗ്. ജോബ് അനാലിസിസ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ മുതലായ ഫങ്ഷൻസ് എല്ലാം ഇത് കവർ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ജോബ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഒരു സ്പെസിഫിക് ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റീസും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് അനാലിസിസ്. മെൻ, മെറ്റീരിയൽസ് ആൻഡ് മെഷീൻ, ഇത് മൂന്നുമായി ബന്ധപ്പെട്ട ഫാക്ട്സ്, ഇൻഫർമേഷൻ, ഡാറ്റ അത് കളക്ട് ചെയ്യണം. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻസ്, ജോബ് റിക്വയർമെൻറ്റ്സ്, പിന്നെ എംപ്ലോയി സ്പെസിഫിക്കേഷൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സിൻ്റെ നേച്ചർ, ലെവൽസ് ആൻഡ് ക്വാണ്ടം ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ പോയിൻ്റാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ സപ്ലൈ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രസൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഇൻവെൻറ്ററിയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിനും അവരുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ മെയിനായിട്ടും വരുന്ന ഫങ്ഷൻസ്. മൂന്നാമത്തെ പോയിൻ്റാണ് റിക്രൂട്ട്മെൻറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിലെ സ്പെസിഫിക് ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിനനുസരിച്ചുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെയുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. അടുത്ത പോയിൻ്റ് സെലക്ഷൻ. ഒരു അപ്ലിക്കൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽസ്, നോളേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനിലെ ജോലിക്ക് ആവശ്യം ആയ
വ്യക്തിയാണോ അയാളെന്ന്, അതായത് ആ വ്യക്തിയെ ഓർഗനൈസേഷനുമായിട്ടുള്ള സ്യൂട്ടബിലിറ്റി നോക്കി തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. ഈ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടത്തുന്നത്. ആദ്യം ഒരു വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂ ടെക്നിക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു, റെഫറൻസ് ചെക്ക് ചെയ്യുന്നു, പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ, ശേഷം മാനേജേഴ്സിൻ്റെ ഡിസിഷൻസ്, പിന്നീട് സെലക്ട് ചെയ്ത വ്യക്തിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുന്നു, സെലക്ട് ചെയ്യാത്തവരെ റിജക്റ്റ് ചെയ്ത് വിടുന്നു. 5ാമത്തെ ഫംഗ്ഷനാണ് പ്ലേസ്മെൻറ്റ്. ഇങ്ങനെ സെലക്ട് ചെയ്ത വ്യക്തികളെ അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലികൾ നൽകുന്നതാണ് പ്ലേസ്മെൻറ്റ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻസാണ് പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫംഗ്ഷണൽ മാനേജേഴ്സിന് കൗൺസിലിംഗ് നൽകുക, എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് അവർക്ക് കറക്റ്റ് ജോബ് തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക. ഇനി അഥവാ വല്ല മിസ്പ്ലേസ്മെൻറ്റും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. ഇത്രയും സമയം നമ്മൾ നോക്കിയത് ഓപ്പറേഷൻസ് ഫങ്ഷൻസിൻ്റെ 1ാമത്തെ ഫംഗ്ഷനായിട്ടുള്ള HR റിസോഴ്സിംഗ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് 2ാമത്തെ ഫംഗ്ഷനായിട്ടുള്ള പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ സ്കില്ലും അവരുടെ നോളജും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും പ്രോസസ്സൊക്കെയാണ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പെർഫോമൻസ് ഡെവലപ്മെൻറ്റിലുള്ള 1ാമത്തെ ഫംഗ്ഷനാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇൻഡിവിജ്വൽസിൻ്റെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ടെക്നിക്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഇവയെല്ലാം ഡെവലപ്പ് ചെയ്യുക, ഫങ്ഷണൽ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, റിപ്പോർട്ട്സ് എല്ലാം റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ വ്യത്യസ്ത തരം പ്രോഗ്രാംസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. എംപ്ലോയീസിൽ ടെക്നിക്കൽ ആൻഡ് ഓപ്പറേഷണൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ട്രെയിനിങ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ് ഫങ്ഷൻസ് ആണ് ഇൻഡിവിജ്വൽസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യാനും ട്രെയിനിങ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക, എംപ്ലോയീസിൽ നോളേജും ജോബ് സ്കിൽസും ഇമ്പാർട്ട് ചെയ്യുക, ട്രെയിനിങ് പ്രോഗ്രാം എത്രത്തോളം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെ ഇവാലുവേറ്റ് ചെയ്യുക. 3ാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ മാനേജീരിയൽ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. ഏത് തരം മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ആവശ്യമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, എക്സിക്യൂട്ടീവ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രൊമോഷൻസിന് വേണ്ടി സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയ പ്രോസസ്സുകളാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനിൽ വരുന്നത്. അടുത്തതാണ് കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. കരിയർ പ്ലാൻ ചെയ്യുന്നതും ഈ കരിയർ പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായ പ്രോസസ്സാണ് കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. 5ാമത്തെ പോയിൻ്റാണ് ഇൻറ്റേർണൽ മൊബിലിറ്റി. എംപ്ലോയിയുടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻറ്റേർണൽ മൊബിലിറ്റി. ട്രാൻസ്ഫർ. ഒരു എംപ്ലോയിക്ക് ഒരു പ്ലേസിൽ നിന്നും സെയിം ലെവൽ ജോബ് തന്നെ അടുത്ത വേറൊരു പ്ലേസിൽ കൊടുക്കുന്നതാണ് ട്രാൻസ്ഫർ. ജോലി ചെയ്യുന്ന സ്ഥലത്തിന് മാറ്റമുണ്ടെങ്കിലും ജോലിയുടെ ആ ഒരു ലെവലിനോ സാലറിക്കോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിക്കോ ഒന്നും തന്നെ മാറ്റം വരുന്നില്ല. പ്രമോഷൻ. എംപ്ലോയിക്ക് തൻ്റെ നിലവിലുള്ള ജോലിയിൽ നിന്നും ഉയർന്ന ജോലിസ്ഥാനം ലഭിക്കുന്നതാണ് പ്രമോഷൻ. സാലറിയിലും ഇൻസെൻറ്റീവ്സിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം ഇൻക്രീസ് ഉണ്ടായിരിക്കും. പ്രമോഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ് ഡിമോഷൻ. ഉയർന്ന ജോലിയിൽ നിന്നും താഴ്ന്ന ജോലിയിലേക്കുള്ള നിയമനമാണ് ഡിമോഷൻ. 9ാമത്തെയാണ് റീടെൻഷൻ ആൻഡ് റിട്രെഞ്ച്മെൻറ്റ് മാനേജ്മെൻറ്റ്. എംപ്ലോയേഴ്സ് എപ്പോഴും ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ നോക്കുന്നു, നിലനിർത്താൻ നോക്കുന്നു. അതുപോലെ തന്നെ ടാലൻ്റ് ഇല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ടാലൻ്റ് ഉള്ളവരെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ ഹൈ സാലറീസൊക്കെ പ്രൊവൈഡ് ചെയ്യും, കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇനി അടുത്ത പോയിൻ്റാണ് ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ബിഹേവിയറൽ സയൻസസ് അപ്ലൈ ചെയ്തുകൊണ്ടും ടെക്നോളജിയും നോളജും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ സിസ്റ്റത്തിലും കൾച്ചറിലും ഗ്രൂപ്പ് ബിഹേവിയറിലും ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിലുമെല്ലാം മോഡിഫിക്കേഷൻസ് വരുത്തി
ഓർഗനൈസേഷൻ്റെ ഹെൽത്തും എഫക്റ്റീവ്നെസ്സും ഇംപ്രൂവ് ചെയ്യുന്ന ഡിസൈൻഡ് പ്രോസസ്സാണ് ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷനായിട്ടുള്ള കോമ്പൻസേഷൻ മാനേജ്മെൻറ്റാണ്. എംപ്ലോയീസിന് കൃത്യവും തുല്യവും നല്ല രീതിക്കുള്ളതുമായിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്ന പ്രോസസ്സാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ഇതിൽ ജോബ് ഇവാലുവേഷൻ, വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, ഇൻസെൻറ്റീവ്സ്, ബോണസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷനാണ് ജോബ് ഇവാലുവേഷൻ. ഓരോ ജോലിയുടെയും വെർത്ത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ. ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ജോബ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ജോബ്സിനെ നമ്മൾ ഒരുപാട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ ജോബിൻ്റെയും വേരിയസ് കാറ്റഗറിയിലുള്ള ഓരോ ജോബിൻ്റെയും വെർത്ത് എന്താണെന്ന് തീരുമാനിക്കും. രണ്ടാമത്തെ ഫംഗ്ഷനാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. എംപ്ലോയീസിൻ്റെ സാലറിയും വേജും ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. ആദ്യം വേജ് ആൻഡ് സാലറി സർവേ കണ്ടക്ട് ചെയ്യുന്നു. പിന്നീട് പലതരം ഫാക്ടേഴ്സിൻ്റെ ബേസിൽ സാലറി റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നു. വേജ് ആൻഡ് സാലറി പ്രോഗ്രാംസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ഇൻസെൻറ്റീവ്സ്. വേജസിൻ്റെയും സാലറിയുടെയും റെഗുലർ പേയ്മെൻറ്റ്സിൻ്റെ കൂടെ അഡീഷനായിട്ട് കിട്ടുന്ന ഇൻസെൻറ്റീവ്സ് ആണ് ഇത്. ഇൻസെൻറ്റീവ്സ് കഴിഞ്ഞാൽ അടുത്തതാണ് ബോണസ്. ബോണസ് ആക്ട് 1965 പ്രകാരവും അതിൻ്റെ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ് പ്രകാരവും നൽകപ്പെടുന്ന പേയ്മെൻ്റ് ആണ് ബോണസ്. അടുത്തതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഇതിൽ ഉൾപ്പെടുന്നതാണ് ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്സ്, ഹൗസിംഗ് ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, റീക്രിയേഷണൽ ഫെസിലിറ്റീസ്, കൺവീനിയൻസ് ഫെസിലിറ്റീസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലീഗൽ ക്ലിനിക്സ്, മെഡിക്കൽ, മെറ്റേണിറ്റി ആൻഡ് വെൽഫെയർ ഫെസിലിറ്റീസ് മുതലായ പേയ്മെൻറ്റ്സ്. അടുത്തതാണ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ കൂടെ എംപ്ലോയീസിന് സോഷ്യൽ സെക്യൂരിറ്റിയും കൂടെ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ടു ദോസ് വർക്കേഴ്സ് ദെയർ ഡിപ്പെൻഡ്സ് ഹു ഇൻവോൾവ് ഇൻ ആക്സിഡൻറ്റ്സ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, അതുപോലെ സിക്നെസ് ബെനിഫിറ്റ്സ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്സ്, അങ്ങനെ തുടങ്ങിയ ബെനിഫിറ്റ്സുകളെല്ലാം ഇതിൽ ഉൾപ്പെടും. ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൻ്റെ അടുത്ത ഫങ്ഷനാണ് ഇൻ്റഗ്രേഷൻ. മനുഷ്യർക്കിടയിൽ ഇൻ്ററാക്ഷൻസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. എംപ്ലോയീസിനെ വർക്ക് സിറ്റുവേഷനിലേക്ക് ഒരുമിപ്പിച്ച് നിർത്തുന്ന മാനേജ്മെൻറ്റിൻ്റെ ഏരിയയാണ് ഹ്യൂമൻ റിലേഷൻസ്. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിർത്തുന്നതിനാൽ എംപ്ലോയീസിന് മോട്ടിവേഷൻ കിട്ടുന്നു. പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ എംപ്ലോയീസിന് മോട്ടിവേഷൻ ലഭിക്കുന്നു. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ്റെ അഞ്ചാമത്തെ ഫംഗ്ഷനാണ് എംപ്ലോയി റിലേഷൻ. ട്രേഡ് യൂണിയൻസും ഗവൺമെൻറ്റും എംപ്ലോയീസും ഇടയ്ക്കുള്ള റിലേഷൻസിനെ സ്റ്റഡി ചെയ്യുന്നതാണ് എംപ്ലോയി റിലേഷൻസ്.